കാറില് ഭയങ്കരമായിട്ട് ഓൾറെഡി നല്ല നീറ്റാ, പക്ഷേ തൂത്ത് തുടച്ച് വെച്ചോണ്ട് നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ ഷീനിന്ന് കസ്റ്റമൈസ് ചെയ്ത ഞാൻ തന്നെ കഴിച്ചോളാം. ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഈവനിങ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ്. പ്രത്യേകിച്ച് കാണിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇന്നിവിടെ ഒരു റോഡ് ഷോ ഉണ്ട്. കുറേ വിൻറ്റേജ് കാറും പുതിയ കാറുകളും ഒക്കെ വന്നിട്ട്, അപ്പോൾ അവിടെ പോകാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അതാണ് ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും യോക്ടണിലെ, അതായത് ഞങ്ങൾ താമസിക്കുന്ന ടൗണിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും കാർ ഷോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ഒരു കാറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി അവസാനം വരെ കാണണം കേട്ടോ. എൻ്റെ ബ്ലോഗിലൊരു ഹായ് പറഞ്ഞു. സ്റ്റേപ്പിൾസിൻ്റെ ഈ വലിയ ഗ്രൗണ്ടിലായിരുന്നു ഈ കാർ ഷോ. കാറുകളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും ഞാൻ വലിയ ആളൊന്നുമല്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു പോകാം കേട്ടോ എല്ലാം. ഞങ്ങൾ കൊണ്ടുവന്ന കാറ് കാണണ്ടേ? വാ കാണിക്കാം. കുഞ്ഞാപ്പയുടെ വണ്ടി ശ്രദ്ധിക്കുക. ഞങ്ങളെ കാർ ഷോയ്ക്ക് കൊണ്ടുവന്നൊരു വണ്ടിയുണ്ട്. അല്ല, ആരെങ്കിലും ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ പറയും. ഇത് ഈ മോഡൽ 2025 മോഡല് സ്ട്രോളറാണ് ഇത്. അവിടെ ഒരു ചേച്ചി ഒരു കാറില് ഭയങ്കരമായിട്ട് ഓൾറെഡി നല്ല നീറ്റാ, പക്ഷേ തൂത്ത് തുടച്ച് വെച്ചോണ്ട് ഞങ്ങളിത് ഇടയ്ക്ക് ഓഫ് റോഡിങ്ങിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ കുഞ്ഞു നോക്കുക, ടയറൊക്കെ കണ്ടറിയാം. പിന്നെ എനിക്കൊരു കാര്യത്തിൽ അത്ഭുതം തോന്നിയത്, ഇവിടുത്തെ ഈ യോക്ടണിലെ എല്ലാവരും തന്നെ കാർ എന്തൂസിയാസ്റ്റാണ്. ഭയങ്കരമായിട്ട് കാറിനെ കെയർ ചെയ്യുന്നവർ, ഈവൻ അവിടെ ഉണ്ടായിരുന്ന കാറിലെ ആൾക്കാരാണെങ്കിൽ തന്നെ, മീൻസ് കാറിൻ്റെ ഓണേഴ്സ് ആണെങ്കിൽ തന്നെ, അവർ ഭയങ്കര ഒരു പ്രൗഡിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ, മീൻസ് അവരുടെ കാറിൻ്റെ ഡീറ്റെയിൽസും. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പം അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. കുഞ്ഞൻ വണ്ടികളുണ്ടോടാ? അമ്മേനെ കുഞ്ഞൻ വണ്ടികളുണ്ടോ? കാറ് കണ്ടോ? കാറ് എല്ലാം നോക്കി കാണുക. കാറെന്തേ?
കഴിഞ്ഞ വർഷം ഞങ്ങൾ കാർ ഷോയ്ക്ക് വന്നപ്പോൾ ഞാൻ 2 months പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ദേ അവൾ അന്നും ഞാനിതുപോലെ എല്ലാ കാറുകളും കണ്ടു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന എല്ലാ കാറുകളും നന്നായിട്ട് നമ്മളെയൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നില്ല. എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പകുതി മുക്കാൽ കാറുകളും ഈ ഓണേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് കുറേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് 10, 48, 56 വർഷങ്ങൾക്ക് മുന്നേ. ഒരു പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ആ കാറ് വാങ്ങിച്ചത് 1987 അപ്പോൾ ഒന്ന് നോക്കിയേ എന്തോരം വർഷങ്ങൾക്ക് മുന്നെയാണ് ആ കാറ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പുള്ളി അത് എന്തോരം കെയർ ചെയ്തിട്ടായിരിക്കും കൊണ്ട് നടന്നിട്ടുണ്ടാവുക. ചില വണ്ടികളൊക്കെ പുതിയതായിരുന്നു കേട്ടോ. ചില വണ്ടികളൊക്കെ ഓണേഴ്സ് വാങ്ങിച്ചത് 2 മാസം അല്ലെങ്കിൽ 3 മാസം മുന്നേയൊക്കെയാണ്. അങ്ങനെയൊക്കെ താല്പര്യം കൊണ്ടും പൈസ സേവ് ചെയ്തുമൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കുറേ സ്റ്റോറീസ് ഇവർ പറഞ്ഞു. കാറിൻ്റെ സ്റ്റോറീസും കാർ മേടിച്ച കഥയും അങ്ങനെ പല കഥകളും അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കാറുകളൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പതുക്കെ വീട്ടിലേക്ക് പോയി. കുറച്ച് അമ്മ ആൻഡ് ബേബീസ് മൊമെൻറ്റ്സ് കാണണമെങ്കിൽ ബയോ. ഹലോ, ഇങ്ങോട്ട് നോക്കി ചേച്ചി. ഏയ് എക്സ്ക്യൂസ് മീ മാഡം ഹായ് പറഞ്ഞു. ഹായ്. അമ്മയും ബേബീസിന് ട്വിന്നിങ് ആണല്ലോ. ഓക്കെ അത് പറഞ്ഞേക്കാം അമ്മ. ചേച്ചി എക്സ്ക്യൂസ് മീ ചേച്ചി. വിത്തുവെച്ചിന്റെ അടയാളത്താല് ഞങ്ങളുടെ ചത്തുക്കളിൽ നിന്ന് ഞങ്ങളെ നാമത്തിൽ ആമേൻ. ആമേൻ. പിന്നെ ഞങ്ങൾ രാത്രിയിലത്തേക്ക് ഡിന്നർ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ട ആകുന്നു. ബീഫ് ഫ്രൈ ഓൾറെഡി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അവിടെ വന്ന് എന്നെ കുറേ പൊഷ്ടിയൊക്കെ കാണിച്ചു. അപ്പോൾ അതാണ് ഞാൻ ചിരിച്ച് പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംസാരിക്കുന്നത്? ഇന്ന് കുറേ കാറ് കണ്ടു. കുറേ വിൻറ്റേജ് കാറും പിന്നെ എന്താ പറയുക കുറേ അല്ലാത്ത മീൻസ് പുതിയ കാറുകളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. മാഡം എത്തിയിട്ടുണ്ട്. മാഡം come here. You come here. പൊറോട്ട കഴിഞ്ഞു പോയപ്പോ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ ഷീനിന്ന് കസ്റ്റമൈസ് ചെയ്ത ഏപ്രിൽ ഷീബു, അതാണ് എൻ്റെ പേര്. അതല്ല എൻ്റെ പേര്, പക്ഷെ എന്നെ വിളിക്കുന്ന പേര് എൻ്റെ പൊന്നാങ്ങള ഇട്ട പേരാണ്. പൊന്നാങ്ങളയുടെ മകളും എന്നെ ഷീബു എന്നാണ് വിളിക്കുന്നത്. അവരെ മാത്രമല്ല കുറെ പേര് എന്നെ ഷീബു എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഇന്ന് കാർ ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫോട്ടോ എടുത്തു. ഒരു പോർഷ ഫോട്ടോ എടുത്തു. അടിപൊളി ഫോട്ടോ ആയിരുന്നു. ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോട്ടോ. പിന്നെ എനിക്കൊരു ഫോട്ടോഗ്രാഫർ ഉള്ളതിൻ്റെ ഗുണമുണ്ട്, ഫോട്ടോഗ്രാഫർ ഹസ്ബൻഡ് ഉള്ളതിൻ്റെ ഗുണം. അതാവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസ് എടുക്കാം. പൊറോട്ട കഴിഞ്ഞു പോയി. ഞാൻ തന്നെ കഴിച്ചോ? ഞാൻ തന്നെ കഴിച്ചു. ഞാൻ തന്നെ കഴിക്കും. ഞാൻ ഈ കരിയൊക്കെ മാറ്റിയിട്ട് കഴിക്കും. പിന്നല്ല, പൊറോട്ട എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഈ പൊറോട്ടയും ബീഫും ആണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അത്ര ഹെൽത്തിയൊന്നും അല്ലെന്ന് അറിയാം, വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. കാരണം ഇവിടെ നമുക്ക് എനിക്ക് ഒരു തവണ ഉണ്ടാക്കണം എന്നുണ്ട് പൊറോട്ട. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാം ഗൈസ്.
ഉണ്ടാക്കി ഞാനത് വ്ലോഗ് ഇടാം. സക്സസ്ഫുൾ ആകുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇടുന്നില്ല. പിന്നെ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പതിയെ കുഞ്ഞിനെ ഉറക്കി ഞങ്ങളും കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അടുത്ത വ്ലോഗ് ഒരു എക്സൈറ്റിംഗ് വ്ലോഗായിരിക്കും എന്തായാലും. അപ്പോൾ ആ വ്ലോഗ് വരുന്നത് വരെ കാത്തിരിക്കുക. ടിൽ ദെൻ ബൈ ബൈ.